ജിയുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ ഡ്രൈവിംഗ് പരിശീലനം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദിജിത്ത് ചേരുന്നു. ജിൽദിത്ത്, തൃശ്ശൂരിൽ അക്കാദമിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ IG സുരേഷ് രാജ് പുരോഹിതിന്റെ മകനാണ് അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിച്ചതായുള്ള പരാതി പുറത്തു വന്നിരുന്നത്. നിരവധി കാലമായി ഇത്തരത്തിൽ അക്കാദമി ക്യാമ്പസിനുള്ളിൽ IG-യുടെ മകൻ വാഹന പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതായുള്ള പരാതികൾ പുറത്തു വന്നിരുന്നെങ്കിലും മാധ്യമ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും അക്കാദമി ക്യാമ്പസിനുള്ളിലേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പരിശീലനം IG-യുടെ മകൻ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, IG-യുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെയുള്ള വിവിധ വാഹനങ്ങൾ അക്കാദമി ക്യാമ്പസിനുള്ളിലും അക്കാദമിക്ക് പുറത്തും നിരന്തരം ഇത്തരത്തിൽ വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതായുള്ള ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസുകാർ തന്നെ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. IG സുരേഷ് രാജ് പുരോഹിതിന്റെ മകൻ, പ്രായപൂർത്തിയാകാത്ത മകൻ, 18 വയസ്സ് പൂർത്തിയാകാത്ത മകനാണ് ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, IG-യുടെ ഔദ്യോഗിക വാഹനം അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ പോലീസ് ക്യാമ്പിനുള്ളിൽ ഇത്തരത്തിൽ പോലീസ് പരിശീലനം നടക്കുന്ന ക്യാമ്പിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കാദമിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദിൽജിത്ത്, എപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ എടുത്തിട്ട്, എന്നാണ് അവർ ദൃശ്യങ്ങൾ എടുത്തത്, എപ്പോഴാണ് അവർ പരാതി നൽകിയത്? എന്തെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അനന്ത്, കഴിഞ്ഞ ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ IG-യുടെ മകൻ അക്കാദമിക് ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഇത്തരത്തിൽ യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നടപടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് നീങ്ങാൻ ഉദ്യോഗസ്ഥർ മടിച്ചു നിന്നത്. എന്നാൽ ഇപ്പോൾ വാഹനം ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പരാതി മേലുദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. തുടർ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്, അല്ലെങ്കിൽ IG പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് തന്റെ അറിവോട് കൂടിയും സമ്മർദ്ദത്തോടു കൂടിയും പോലീസ് അക്കാദമിക്കുള്ളിൽ ഇത്തരത്തിൽ അതും പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉൾപ്പെടെ, സ്വന്തം ഔദ്യോഗിക വാഹനങ്ങൾ ഉൾപ്പെടെ സ്വന്തം മകന് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നതിനായി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് കണക്കാക്കപ്പെടേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അക്കാദമിയിലെ തന്നെ പരിശീലകരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും 3 വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരാതി മേലുദ്യോഗസ്ഥർക്ക് പോയിട്ടുള്ളത്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ IG-ക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ദിൽജിത്ത്, IG സുരേഷ് പുരോഹിതിന്റെ അറിവോടെയാണോ ഇത്തരത്തിലുള്ള ഒരു നടപടി മകൻ ചെയ്തത്? മറ്റു മേലുദ്യോഗസ്ഥരുടെ എല്ലാം ഒരു അറിവോടെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനെ കൊണ്ട് വാഹനം ഓടിപ്പിക്കാൻ ഒരു ധൈര്യം കാട്ടിയത്? തീർച്ചയായും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ IG-യുടെ മകൻ വാഹനം ഓടിക്കുമ്പോൾ IG-യുടെ മകൻ ഓടിക്കുന്ന വാഹനം വെള്ള കളർ സൈലോ കാർ, അത് IG സുരേഷ് രാജ് പുരോഹിതിന്റെ ഔദ്യോഗിക വാഹനമാണ്. IG-യുടെ മകൻ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിന്റെ ഔദ്യോഗിക ഡ്രൈവർ, ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർ തന്നെയാണ് വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശത്ത് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ IG ഈ മകൻ വാഹനം ഓടിക്കുമ്പോൾ IG ഒപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്നില്ല എങ്കിൽ പോലും IG-യുടെ പൂർണ്ണ അറിവോടുകൂടിയും സമ്മർദ്ദത്തോടു കൂടിയുമാണ് ഇത് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇത് ഒരു ദിവസമോ 2 ദിവസമോ ആയി നടന്ന സംഭവമല്ല. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, മകന് വേണ്ടി വാഹന പരിശോധനയ്ക്ക് നടത്തുന്നുണ്ട് എന്ന തരത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരത്തിൽ പരാതി രൂക്ഷമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നേരിട്ട് IG-ക്കെതിരെ, അതായത് പ്രത്യേകിച്ച് അക്കാദമിയുടെ ചുമതലക്കാരനായ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായ IG-ക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാൻ യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലോ മറ്റോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവ് ശേഖരിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്.
നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് 3 ക്ലിപ്പുകൾ ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു വാഹനമല്ല, IG-യുടെ ഔദ്യോഗിക വാഹനം, അതുപോലെ തന്നെ അക്കാദമിയിലെ ആവശ്യങ്ങൾക്കായുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ വാഹനങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ IG-യുടെ മകൻ ഓടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവയിൽ നിന്ന് എല്ലാം തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സ്ഥിരമായി ഇത്തരത്തിൽ വാഹനങ്ങൾ IG-യുടെ സമ്മതപ്രകാരം ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ദിൽജിത്ത്, ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം, അതും 4 വീലർ ഓടിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് ഇവിടെ ബീക്കർ ലൈറ്റും ഒപ്പം ബോർഡും വെച്ച ഔദ്യോഗിക വാഹനം, അതും കേരള പോലീസിന്റെ ഔദ്യോഗിക വാഹനം ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്ന് വിട്ടാൽ ഒരു അന്യനെ കൊണ്ട് ഓടിപ്പിച്ചു എന്നുള്ളൊരു കാര്യം. കാരണം തൊട്ടടുത്ത് ഡ്രൈവർ നിൽക്കുകയാണ് ഇരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്താൽ വളരെ വലിയൊരു അച്ചടക്ക ലംഘനമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് പുരോഹിതൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? അനന്ത്, അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ IG തയ്യാറായിട്ടില്ല. ഏതായാലും ഇപ്പോൾ IG-യുടെ ഔദ്യോഗിക വാഹനം, IG-യുടെ നെയിം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഔദ്യോഗിക വാഹനം, ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വാഹനമാണ് ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകൻ ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റ് ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. 3 വീഡിയോ ക്ലിപ്പിങ്ങുകളാണ് ഇത്തരത്തിൽ അക്കാദമിയിലെ ഉദ്യോഗസ്ഥർ തന്നെ വിവിധ ഇടങ്ങളിൽ വെച്ച് പകർത്തി ഇത്തരത്തിൽ ഹാജരാക്കിയിരിക്കുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ IG-യുടെ മകൻ അവരുടെ ക്ലാസുകൾ കഴിഞ്ഞ് അക്കാദമിയിൽ എത്തുകയും, IG-ക്കൊപ്പം അക്കാദമിയിൽ എത്തുകയും, IG ഈ സമയം വിശ്രമിക്കുന്ന സമയത്താണ് IG-യുടെ വാഹനം, ഔദ്യോഗിക വാഹനം അക്കാദമിയിൽ തന്നെ ഉണ്ടാകും. ആ സമയത്ത് ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഈ ഡ്രൈവറുടെ സമ്മതപ്രകാരം അദ്ദേഹത്തെ ഇടതുവശത്ത് ഇരുത്തിക്കൊണ്ട് IG-യുടെ മകൻ ഈ IG-യുടെ ഔദ്യോഗിക വാഹനം സ്ഥിരമായി ഓടിക്കാറുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ രൂക്ഷമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് പുറമെ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡിപ്പാർട്ട്മെന്റ് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങി ഇട്ടിരിക്കുന്ന മറ്റു വാഹനങ്ങളിലും, ജീപ്പ് ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾക്ക് കൂടി ഈ മകൻ ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാതിയും രൂക്ഷമാണ്. വലിയ വാഹനങ്ങളും, പ്രത്യേകിച്ച് പോലീസ് വാൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൂടി ഈ ഇത്തരത്തിൽ IG-യുടെ മകൻ ഓടിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള IG-യുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ പോലീസ് വാഹനം ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് വിശദാംശങ്ങളാണ് ഇപ്പോൾ ദിൽജിത്ത് നൽകിയത്. ഇതിന്റെ പരാതി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞു.